അപ്പോൾ നമ്മൾ ഈ ഷാപ്പിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇതിന് മുന്നേ കുറച്ച് അവർ പാർക്കിംഗ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാപ്പിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ പുറത്താട്ടോ പാർക്കിംഗ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഹൃദയം കള്ള് ഷാപ്പിലാണ് കേട്ടോ. നല്ല വെട്ടിക്കെട്ട് ഷാപ്പാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയുന്നത്, നല്ല ഫാമിലി ആയിട്ട് വന്നാലും ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹൃദയം ഷാപ്പിലെ മെനു എന്ന് പറഞ്ഞത്. അതായത് ഒരു നോർമൽ കളർ ഷാപ്പിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ കള്ള് വേണമെന്നുണ്ടെങ്കിലും, അതിപ്പോൾ ഫാമിലി ആണെങ്കിലും കള്ള് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടേബിളിൽ നമ്മൾക്ക് അവർ സെർവ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് അവിടെ എത്തിയിരുന്നത്. അപ്പോൾ ഇത് അവിടെ നോക്കുകയാണെങ്കിൽ കുറേ ട്രോഫി എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കള്ള് തോന്നും. അപ്പോൾ അന്ന് അവിടെ പന ഉണ്ടായിരുന്നില്ല, തെങ്ങായിരുന്നു. അപ്പോൾ ഒരു കുപ്പി തെങ്ങ് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു കുപ്പി തെങ്ങ് ദേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. മീൻകറി വന്നു, കപ്പ വന്നു, പോർക്ക്, പൊറോട്ട, അതിനുശേഷം നമ്മൾ കള്ളപ്പം. ഇതായിരുന്നു കേട്ടോ ഒരു ഫസ്റ്റ് മെനു ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കള്ളും കൂടി ആയപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കപ്പയും അതേപോലെ നല്ല അടിപൊളി മീൻകറിയൊക്കെ നല്ല എരിവാണ്, നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ മീനിൻ്റെ പ്രൈസ് വരുന്നത് ആസ്പർ സൈസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മീനിൻ്റെ സൈസ് വലുതാണെങ്കിൽ അനുസരിച്ചിട്ട് ആ പ്രൈസിൽ വ്യത്യാസം വരും. അത് ഓൾറെഡി അവർ മെനുവിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ മുതൽ നല്ല എരിവുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കള്ള് കൂടെ ചെല്ലുമ്പോൾ ഈ എരിവ് അങ്ങ് എന്താ പറയുക ഡൈല്യൂട്ടായിട്ട് പോകും. അപ്പോൾ കള്ള് കുടിക്കാത്തവർക്ക് അവിടെ വാട്ടർ ഉണ്ട്, പേടിക്കണ്ട. പിന്നെ അല്ലുവിന് വേണ്ടിയിട്ട് ഒരു ബീഫ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു കിട്ടും. ബീഫ് ഫ്രൈ അല്ല, സെമി ഗ്രേവി ടൈപ്പ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കപ്പയും മീൻകറിയും ഇതെല്ലാം കഴിച്ച് പുറത്തേക്ക് കയറുമ്പോൾ കാണുമെന്ന് പറഞ്ഞാൽ നല്ല കിടില ആംബിയൻസ്. പുറത്തായിട്ട് കുട്ടികൾക്ക് ഇരിക്കാൻ കുറച്ച് പാർക്ക് പോലെ ഏരിയാസും, അതുപോലെ തന്നെ പുറത്തെ വൈബാണ് വേണമെന്നുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് കള്ളു കുടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടും. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.